എല്ലാവർക്കും വാണിമേൽ അക്ഷയ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രവാസികളായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഒരു 5-10 ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിലും മറ്റും നടപ്പിലാക്കി വരുന്നുണ്ട്. അത് ഓരോന്നായിട്ട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രവാസി ID കാർഡിനെ കുറിച്ചാണ്. അതായത് നോർക്ക ID കാർഡിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഓരോന്നായിട്ട് വിശദീകരിക്കുന്നതായിരിക്കും. നോർക്ക IDനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എന്താണ് നോർക്ക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ നോർക്ക എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നോർക്ക എന്നുള്ളത്. 1996 ഡിസംബർ 6-നാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഈ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഏജൻസിയാണ്, ഒരു ഫീൽഡ് ഏജൻസിയാണ് നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത്. ഈ നോർക്ക റൂട്ട്സിൻ്റെ അണ്ടറിലാണ് ഓരോ ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്നത്. അതിൽപ്പെട്ട ചില ക്ഷേമ പദ്ധതികളാണ് പ്രവാസി ക്ഷേമനിധി, പ്രവാസി ID കാർഡ്, അതുപോലെ സാന്ത്വന, ഇൻഷുറൻസ്, ഇങ്ങനെ പല സ്കീമുകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് പ്രവാസി ID കാർഡ്. പ്രവാസി ID കാർഡ് എന്ന് പറഞ്ഞാൽ സർക്കാരും പ്രവാസികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചാനലാണ് പ്രവാസി ID എന്നുള്ളത്. പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് നോർക്ക ID. ഇതിൻ്റെ ഒരു ഉപയോഗം, പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നോർക്ക ID ഉള്ള ഒരാൾ, ഒരു പ്രവാസി മരണപ്പെട്ട് കഴിഞ്ഞാൽ, ആക്സിഡൻ്റായിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ 4 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നുണ്ട്. ഇനി അഥവാ അവർക്ക് ഒരു അപകടം പറ്റി എന്തെങ്കിലും അംഗവൈകല്യം സംഭവിച്ചാൽ, ഡിസാബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജും അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ ചില സമയങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കുള്ള വിമാന ടിക്കറ്റിൽ 3% മുതൽ 7% വരെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അത് നോർക്ക റൂട്ട്സും അതുപോലെ വിമാന കമ്പനികളും തമ്മിൽ നടത്തുന്ന എഗ്രിമെൻ്റ് പ്രകാരമായിരിക്കും ഇങ്ങനത്തെ സ്കീമുകളൊക്കെ വരിക. ഇത് കിട്ടാനുള്ള അർഹത നോർക്ക ID കാർഡുള്ള ആളുകൾക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ പാസ്പോർട്ട് കൂടാതെ പ്രവാസികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു തിരിച്ചറിയൽ രേഖയാണ്, അതായത് പ്രവാസിയാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു തിരിച്ചറിയൽ രേഖയാണ് പ്രവാസി ID കാർഡ്. ആർക്കൊക്കെ ഇതിന് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള 6 മാസത്തെ വിസ കാലാവധിയുള്ള ഏത് പ്രവാസിക്കും ഇതിന് അപേക്ഷ കൊടുക്കാൻ പറ്റും. ഇനി വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കും അപേക്ഷ കൊടുക്കാൻ പറ്റും. അവർക്ക് സ്റ്റുഡൻറ്റ് ID എന്നുള്ള നിലക്കായിരിക്കും പ്രവാസി ID കാർഡ് ലഭിക്കുന്നത്. ഇതിന് 3 വർഷമാണ് വാലിഡിറ്റി. 3 വർഷത്തിൽ കഴിഞ്ഞാൽ നമ്മളിത് പുതുക്കണം. 3 വർഷമാകുന്നതിൻ്റെ 3 മാസം മുമ്പ് നമുക്ക് ഇത് റിന്യൂവൽ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപേക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, ലാസ്റ്റ് പേജ് ആവശ്യമുണ്ട്. പിന്നെ വാലിഡ് വിസ, അല്ലെങ്കിൽ ഇക്കാമ, അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ്, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ്, ഇവയിൽ ഏതെങ്കിലും ഒരു രേഖ ഉണ്ടെങ്കിൽ അത് അപേക്ഷിക്കാൻ വേണ്ടി മതിയാവും. പിന്നെ അതുപോലെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കോളേജ് അതുപോലെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകേണ്ടി വരും. പിന്നെ ഒരു ഫോട്ടോ, ഒരു സിഗ്നേച്ചർ, ഇത്രേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. ഇനി ആർക്കെങ്കിലും അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്ഷയൻ്റെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ ഡോക്യുമെൻ്റ് അയച്ചു തന്നാൽ നമുക്ക് അപേക്ഷ ചെയ്ത് തരാൻ പറ്റും. ഇതിൻ്റെ കാർഡ് ഫിസിക്കലായിട്ട് വരുന്ന കാർഡുണ്ട്, അതുപോലെ ഓൺലൈനായിട്ട് വരുന്ന കാർഡുണ്ട്. നമ്മൾ ഓൺലൈനിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഫിസിക്കലായിട്ട് കാർഡ് വീട്ടിലെത്തും, ചില സമയത്ത് വരാറില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന ഡിജിറ്റൽ കോപ്പി പ്രവാസി ID കാർഡായിട്ട് ഉപയോഗിക്കാം. അത് പ്രിൻ്റ് എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇനി നേരിട്ട് വന്ന കാർഡ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അറിയാത്തതിൻ്റെ പേരിൽ ആരും അപേക്ഷ കൊടുക്കാതിരിക്കരുത്. ആർക്കെങ്കിലും അപേക്ഷ കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് അക്ഷയൻ്റെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പ്രാവശ്യം പ്രവാസികൾക്കുള്ള മറ്റൊരു ആനുകൂല്യമായിട്ട് വരാം. പരമാവധി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.